ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ അത്യന്തം സന്തോഷമുള്ള ഒരു സത്സംഗമാണ്. 38ാമത്തെ ദശകം ഭഗവാന്റെ അവതാരമാണ്. നമുക്ക് ഇതിൻ്റെ ട്യൂൺ ഏവമാണ്. നമ്മൾ വൃത്തം പറയുകയാണെങ്കിൽ വസന്തതിലകം വൃത്തമാണ്. ഇത് 6ാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ട അതേ ട്യൂണാണ് ഇതിന്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തി പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഖനാഖനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേല. ആനന്ദരൂപ തുടങ്ങിയത് തന്നെ അല്ലയോ ഭഗവാനെ, ആനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ളവനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഭഗവൻ ഐ തേ അവതാരേ, അല്ലയോ ഭഗവാനെ ആനന്ദസ്വരൂപനായിട്ടുള്ളവനെ, അവിടുന്ന് തേ അവതാരേ, അങ്ങയുടെ അവതാരേ എന്ന് പറഞ്ഞാൽ ഈ അവതാരകാലം പ്രാപ്തേ അടുത്തപ്പോൾ പ്രദീപ്ത ഭവദംഗനിരീയമാണ്. പ്രദീപ്ത എന്ന് പറഞ്ഞാൽ വളരെ പ്രസരിക്കുന്നതായിട്ടുള്ള, ശോഭിക്കുന്നതായിട്ടുള്ള, ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള ഭവദംഗനിരീയമാണ്. അങ്ങയുടെ ആ അംഗങ്ങളിൽ നിന്നും, അങ്ങയുടെ തിരുമെയ്യിൽ നിന്നും നിരീയമാണ്, പുറത്തേക്ക് പരക്കുന്നതായിട്ടുള്ള കാന്തിവ്രജൈരിവ, കാന്തിവ്രജൈ ഇവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കാന്തിവ്രജൈരിവ. കാന്തിവ്രജൈ ആ അങ്ങയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പരക്കുന്ന കാന്തിയാണോ, ശോഭയാണോ ഇത് എന്ന് തോന്നുന്ന വിധത്തിൽ എന്ന പോലെ ഖനാഖനമണ്ഡലൈർദ്യാമാവൃണ്വതി, ഖനാഖനമണ്ഡലൈ ദ്യാം ആവൃണ്വതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഖനാഖനമണ്ഡലൈർദ്യാമാവൃണ്വതി. ഖനാഖനമണ്ഡലൈ എന്ന് പറഞ്ഞാൽ കറുത്ത നല്ല കനത്ത കാർമേഘങ്ങളെ കൊണ്ട്, കറുത്തിരുണ്ട കാർമേഘങ്ങളെ കൊണ്ട്, ദ്യാം എന്ന് പറഞ്ഞാൽ ആകാശമാർഗത്തിൽ, അതായത് ആകാശത്തിലൊക്കെ അങ്ങനെ അല്ല, കറുത്ത കാർമേഘങ്ങളൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങയുടെ വരവിനെ ഒന്ന് സ്വീകരിക്കുവാൻ എന്നോണം ആവൃണ്വതി എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്തുകൊണ്ട്, ഈ ആകാശമാർഗമാകെ കാർമേഘങ്ങൾ അങ്ങനെ ആവരണം ചെയ്തു എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങളും ഒക്കെ വന്ന് അതിൻ്റെ നിറത്തിലുള്ള അതിൻ്റെ നിറത്തോടുകൂടി അവതരിക്കുവാൻ പോകുന്ന ഭഗവാനെ കാണുവാനായിട്ട് അവരുമൊക്കെ ആകാശമാർഗത്തിൽ വന്നങ്ങനെ തയ്യാറെടുത്ത് നിന്നു ഭഗവാനെ അവിടുത്തെ കാണുന്നതിന്. വിരുരുചേ കില വർഷവേല. വിരുരുചേ എന്ന് പറഞ്ഞാൽ വിളങ്ങിയല്ലോ, എന്താ കില വർഷവേല, വർഷക്കാലമൊക്കെ അങ്ങനെ വന്നുവല്ലോ എന്ന് തോന്നുമാറ് ഈ കറുത്ത കാർമേഘങ്ങൾ ഇതാ ഭഗവാനെ അവിടുത്തെ ഒരു നോക്ക് കാണുവാൻ ആകാശമാർഗത്തിൽ വന്ന് നിരന്നങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ ഭഗവാനെ ഇവിടെ പറയാം, അവിടുത്തെ അംഗങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭ കൊണ്ടാണോ എന്ന് തോന്നുമാറാണ്. അതായത് കാർമേഘങ്ങൾക്ക് ആ ശോഭ കിട്ടിയത് അവിടുത്തെ അംഗങ്ങളിൽ നിന്ന് പോകുന്ന രശ്മികളുടെ, പ്രഭയുടെ ആ ഒരു ഉജ്ജ്വലിപ്പിക്കുന്ന കാന്തി കാർമേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുകയാണെന്ന് തോന്നുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാർമേഘങ്ങളുടെ നിറത്തോടുകൂടി ജനിക്കാൻ പോകുന്ന ഭഗവാനെ കാണുവാൻ കാർമേഘങ്ങളും വന്ന് ആകാശത്തിൽ അങ്ങനെ നിരന്നു നിന്നു ഭഗവാനെ, ആ ഉണ്ണിയെ ഒന്ന് കാണുവാനായിട്ട്. ഇനി നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഖനാഖനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേല. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭഗവൻ ഐ, നായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഭഗവൻ ഐ ആണ്. പിന്നെ തേവതാരേ, തേ അവതാരയാണ്, വിശ്ലേഷണമുള്ളത് കൊണ്ട് എകാരം നീട്ടിയെടുക്കുക. പ്രദീപ്ത ഭവദംഗനിരീയമാണ്, ഭവദംഗ അംഗമാണ്, അവിടെ അകാരം കൊടുക്കുക.
അതുപോലെ നിരീയമാണേ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ കാന്തിവ്രജൈരിവ, ഇവ ആണ് പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ ഖനാഖനമണ്ഡലൈർദ്യാമാവൃൺവതി, അത് ചേർത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ വായിക്കുക. ഇല്ലെങ്കിൽ ഖനാഖനമണ്ഡലൈർദ്യാം എന്നവിടെ എടുത്തിട്ട് ആവൃൺവതി എന്ന് താഴെ എടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത ശ്ലോകം, രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന്റെ അവതാരം പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം, ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തി വിവശേഷു. ആശാസു എന്ന് പറഞ്ഞാൽ ദിക്കുകൾ, എല്ലാ ദിക്കുകളും 10 ദിക്കിലും. ശീതളതരാസു വളരെ ശീതളമായ കുളിർത്തതായിട്ടുള്ള കുളിർമയേകുന്ന. പയോദതോയൈ ആശാസിതാപ്തി വിവശേഷു, ഇങ്ങനെ വരും ആ വാക്കുകൾ. പയോദതോയൈ എന്ന് പറഞ്ഞാൽ ആ മഴവെള്ളം വീണ് എല്ലാ ദിക്കുകളും അങ്ങനെ കുളിർന്നു നിൽക്കുന്ന ഒരവസ്ഥ. അവിടെ ആശാസിതാപ്തി വിവശേഷു, ആശിച്ചതൊക്കെ, ആശാസിത ആപ്തി വിവശേഷു, ആശിച്ചതൊക്കെ സാധിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു വിവശേഷു സന്തോഷത്താൽ. ച സജ്ജനേഷു, സജ്ജനങ്ങൾ അവരൊക്കെ ആശിച്ചതാണ് എന്ത്? ഭഗവാനെ, അവിടുത്തെ ഈ ഒരു അവതാരം ഭൂമിദേവിയുടെ ഭാരത്തെ കുറയ്ക്കുന്നതിനായിട്ട് അവിടുന്ന് അവതരിച്ചിരുന്നെങ്കിൽ, അവിടുത്തെ കൃപയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ച ആ സജ്ജനങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുവാനായിട്ട്, സാധിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് നൈശാകരോദയ വിധൗ. നൈശാകരോദയ വിധൗ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിച്ച പോലെ, അതായത് ആ ചന്ദ്രൻ ഉദിക്കാൻ തുടങ്ങിയ ആ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പാതിരാത്രിയായ സമയത്ത്, നിശിമധ്യമായാം, നിശി രാത്രി, മധ്യമായാം അർദ്ധരാത്രി സമയം, രാത്രി അങ്ങനെ ചന്ദ്രനൊക്കെ ഉദിച്ച് അതിൻ്റെ ആ നിലാവും ഭൂമിദേവിക്ക് കുളിർമയേകുന്നുണ്ട്. മഴ പെയ്തിട്ട് 8 ദിക്കുകളും അങ്ങനെ കുളിർന്നു നിൽക്കുകയാണ്, കുളിരണിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ക്ലേശാപഹ സ്ത്രീജഗതാം, ക്ലേശാപഹ ക്ലേശങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്, ആരുടെ? ത്രിജഗതാം, 3 ലോകങ്ങളുടെയും ക്ലേശങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ത്വമിഹാവിരാസി, ത്വം ഇഹ ആവിരാസി. ഭഗവാനെ, അവിടുന്ന് ത്വം ഇഹ ഈ ലോകത്തിൽ ആവിരാസി വന്ന് അവതരിച്ചുവല്ലോ ഭഗവാനെ. അപ്പോൾ ഭഗവാൻ ഇവിടെ അവതരിച്ചത് ഈ 3 ലോകങ്ങളുടെയും സങ്കടങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഭഗവാനെ അവിടുത്തെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിന്ന പ്രകൃതി കുളിരണിഞ്ഞു നിൽക്കുന്ന സമയത്ത് എല്ലാ ദിക്കുകളും ആ കാർമേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞ്, വെള്ളം കുടഞ്ഞ്, വെള്ളം പെയ്തിറക്കി അങ്ങനെ കുളിർനിലാവിൽ അങ്ങനെ നിൽക്കുന്നു. ചന്ദ്രൻ്റെ കുളിർനിലാവിൽ ഭൂമി ഒന്നാകെ കുളിരണിഞ്ഞ് നിൽക്കുന്നു. സജ്ജനങ്ങളുടെയൊക്കെ മനസ്സിലാണെങ്കിൽ സന്തോഷത്തിൻ്റെ കുളിരാണ്. എന്താ? ഭഗവാനെ, അവിടുന്ന് അവരുടെ ആഗ്രഹം പോലെ ഈ ഭൂമിയിൽ അവതരിച്ച് സങ്കടങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുവാനായിട്ട് അവിടുന്ന് വരുന്നുവല്ലോ എന്ന് സന്തോഷത്തോടുകൂടി മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ആ വേളയിൽ ചന്ദ്രൻ ആകാശത്തിന് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ആ കാർമേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ മന്ദസ്മിതം പൊഴിച്ചു നിൽക്കുന്ന ആ വേളയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അല്ല, രാത്രി അങ്ങനെ അതിൻ്റെ ആ ഒരു മധ്യഭാഗത്ത് എത്തി നിൽക്കുന്ന ആ ഒരു വേളയിൽ ഭഗവാനെ 3 ലോകങ്ങളുടെയും
ക്ലേശങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നതിനായിക്കൊണ്ട് എൻ്റെ ഭഗവാനെ അവിടുന്ന് അവതരിച്ചുവല്ലോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാഗരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പയോദതോയൈരാശാസിതാപ്തി വിവശേഷു. അവിടെ അത്രയും ചേർത്തെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പയോദതോയൈ എന്നവിടെ ഒരു വിസർഗം കൊടുത്തെടുത്തിട്ട് താഴെ ആശാസിതാപ്തി വിവശേഷു എന്ന് എടുക്കാം. ഇനി അതും കഴിഞ്ഞ് നൈശാഗരോദയവിധൗ നിശിമധ്യമായാം. ക്ലേശാപഹസ്ത്രിജഗതാം. അവിടെ ത്രിജഗതാമാണ് പദം പിരിക്കേണ്ട, സ ജോയിൻ ചെയ്യാൻ വന്നതാണ്. അതുപോലെ തന്നെ ത്വമിഹാവിരാസി. ത്വം ഇഹ ആവിരാസി. പദം പിരിക്കേണ്ട ത്വമിഹാവിരാസി. അവിടെ സ ആവിരാസി ഇകാരം നീട്ടിയെടുക്കണം. അതുപോലെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. പിന്നെ ഒന്ന് ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. അത് 3 തവണ ചൊല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ സർവത്രയുണ്ട്, ഭഗവാന്റെ അവതാരമാണ്. പിന്നെ ഒന്നുകൂടിയുണ്ട് നാരായണ, 16 തവണ ചാൻറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കതും കൂടി ചാൻറ്റ് ചെയ്യാം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നമുക്ക് ഇനി അടുത്തത് 3-ാമത്തെ ശ്ലോകമാണ്. 3-ാമത്തെ ശ്ലോകം മുതൽക്കുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 1-2 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ നിന്നുള്ളതും കൂടി വരുന്നുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ. അതും കൂടി ഒന്ന് അർത്ഥവിചാരം ചെയ്ത് നമുക്ക് പോകാമെന്ന് കരുതുന്നു. അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ.